നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നാളെ ജാമ്യം ലഭിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. കട്ടളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കഴിഞ്ഞു. നേരത്തെ ദ്വാരപാലക പാളി കേസിൽ ജാമ്യം നേടിയിരുന്ന പോറ്റി 90 ദിവസത്തെ ജയിൽവാസം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടതാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പോറ്റി കൂടി പുറത്തിറങ്ങുന്നതോടെ മുരാരി ബാബുവും ശ്രീകുമാർ, സുധീഷ് എന്നിവർക്ക് പിന്നാലെ കേസിലെ പ്രധാന പ്രതികളെല്ലാം തന്നെ ജയിലിന് പുറത്തെത്തുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. കേസ് അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചകൾ ബോധപൂർവമാണെന്ന ആരോപണവും ഇതിനോടകം തന്നെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ ആരംഭിച്ച അന്വേഷണം തുടക്കത്തിൽ വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അന്വേഷണത്തിൻ്റെ ഗതി ഭരണകക്ഷിയിലെ ഉന്നത നേതാക്കളിലേക്ക് നീളുന്നു എന്ന് കണ്ടതോടെ SITയുടെ വേഗത കുറഞ്ഞതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്ന് മാറിക്കൊണ്ട് അന്വേഷണം സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതാണ് ഉന്നതരുടെ അറസ്റ്റ് വൈകാൻ കാരണമായി പറയപ്പെടുന്നത്. കുറ്റപത്രം മനഃപൂർവ്വം വൈകിപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം ഒരുക്കിക്കൊടുത്ത പോലീസിൻ്റെ നടപടി അത് പിണറായി സർക്കാരിനെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കവർന്നത് വെറുമൊരു മോഷണമല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വൈകാരികമായിട്ടുള്ള വിഷയമാണ്. ഈ കേസിൽ ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കൾക്കും CPMലെ വമ്പൻ സ്രാവുകൾക്കും പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ നിലവിലുണ്ട്. മുൻ ദേവസ്വം കമ്മീഷണർ KS ബൈജു, മുൻ ബോർഡ് അംഗങ്ങളായിട്ടുള്ള പത്മകുമാർ, വാസു തുടങ്ങിയവർക്കെതിരെയും അന്വേഷണം ഇപ്പോൾ നീളുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ തണലിൽ എന്ത് മോഷണവും നടത്താമെന്നും അത്തരം കുറ്റവാളികളെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നിലനിൽക്കുന്നുണ്ടെന്നും വിശ്വാസികൾ ഭയപ്പെടുന്നുണ്ട്. കോടതിയുടെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം കേസിനുണ്ടെന്ന് കരുതിയ ജനങ്ങളെ നിരാശരാക്കുന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മെല്ലെപ്പോക്കെന്ന് പറയുന്നത്. പോറ്റിക്കും മറ്റ് പ്രതികൾക്കും ജാമ്യം ലഭിക്കുന്നതോടെ കേസിലെ നിർണായകമായ തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന് നൽകിയ പല രഹസ്യമൊഴികളും SIT സംഘം പുറത്തുവിട്ടിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ മൂലം ഇവ മൂടിവെക്കപ്പെടുന്നുവെന്നും പറയപ്പെടുന്നു. പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെട്ട മൊഴികൾ പുറത്തു വരുന്നത് തടയാനാണ് ഈ നീക്കമെന്നാണ് സൂചന. പ്രതികൾ പുറത്തിറങ്ങുന്നതോടെ സാക്ഷികളെ സ്വാധീനിക്കാനും ഭരണ സംവിധാനം ഉപയോഗിച്ച് കേസ് തന്നെ അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങൾ ഹൈക്കോടതിയുടെ ഇടപെടലിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അന്വേഷണ സംഘം പ്രതികളെ സഹായിക്കുന്ന നിലപാട് തുടരുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കങ്ങളിലാണ് വിശ്വാസികൾ ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ടവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ED അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് ഇതിൻ്റെ ഭാഗമാണ്. 2019 മുതലുള്ള ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ED ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിലിറങ്ങിയാൽ ഉടൻ തന്നെ ED ഇയാളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കും. EDയുടെ കർശനമായ നടപടികളിലൂടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം സർക്കാരിനെതിരെയുള്ള വലിയൊരു ജനരോക്ഷത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ്. അന്വേഷണ സംഘത്തിൻ്റെ പരാജയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരാജയമായിട്ട് ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം വൻ സമരങ്ങൾക്ക് ഇപ്പോൾ പദ്ധതിയിടുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ വിശ്രമമില്ലെന്ന പ്രഖ്യാപനവുമായിട്ട് വിവിധ ഭക്തജന സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്.